കൊടുമുടിയല്ലേ എവറസ്റ്റ്? അതുപോലെ സൗദിയിലെ ഏറ്റവും വലിയ കൊടുമുടിയാണ് അൽസുദ. ഞങ്ങളിപ്പോ അൽസുദയിലാണ് നിൽക്കുന്നത്. തണുപ്പാണെങ്കിൽ മൂടൽമഞ്ഞുകൊണ്ട് എന്തും കാണാൻ പറ്റൂല. അബഹയിലാണ് അൽസുദ സ്ഥിതി ചെയ്യുന്നത്. ഈ കാണുന്ന വേലി കണ്ടോ? അതിന്റെ ഒക്കെ പണി നടന്നോണ്ടിരിക്കണ്ടേ ഇപ്പൊ. റോഡിന്റെ രണ്ട് സൈഡിലും ഇങ്ങനെ ചെയ്തിരുന്നു. ആദ്യമൊക്കെ അവിടെ ഒരുപാട് ആളുകള് ചെണ്ടടിച്ചും വണ്ടികളൊക്കെ പാർക്ക് ചെയ്തും കോഫി കുടിച്ചിരുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇവിടെ ഇറങ്ങാൻ നിന്നിട്ടില്ല കേട്ടോ. അങ്ങനെയും അവിടെ ഇറങ്ങിയിട്ട് വേണം ഞങ്ങക്ക് പോവാനുള്ള സ്ഥലത്തെത്താന്. ഇതാണ് ഇവിടുത്തെ ലാസ്റ്റ് പ്ലേസ്. ഇവിടുന്ന് ഇനി നല്ല ചുരം തുടങ്ങാണ്. ആ കാണുന്ന ഹൈറ്റ് മീറ്റർ കണ്ടോ? അതിനുള്ളിൽ പോയുള്ള വണ്ടികൾ മാത്രമേ ഇതിൽ പോവാൻ പറ്റുള്ളൂ കേട്ടോ. ഇവിടുന്ന് ഞങ്ങളുടെ ഡേഞ്ചർ കറവുകളാണ് കേട്ടോ. ഇവിടെ എത്തുമ്പോ ഒരു പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. വേണമെങ്കിൽ നമുക്ക് അവിടെ ഇറങ്ങിയൊക്കെ ചെയ്യാം. അവിടെ കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. ഈ കാണുന്ന മലന്റെ ഒക്കെ കൂടെ വഴിഞ്ഞും തിരിഞ്ഞൊക്കെ റോഡ് കാണാൻ നല്ല രസമാണ് കേട്ടോ. ഇവിടെ ഒരുപാട് മങ്കീസും ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചുരമിറങ്ങി താഴെ എത്തി. ഇനി ഞങ്ങൾ പോണത് സൗദിയിലെ 900 വർഷം പഴക്കമുള്ള റിജൽ അൽമ വില്ലേജിലേക്കാണ് കേട്ടോ. ഈ കാണുന്ന വില്ലേജിന്റെ കവാടാണ്. ഇവിടുന്ന് അങ്ങോട്ടാണ് കേട്ടോ ഗ്രാമം തുടങ്ങുന്നത്. ഇവിടെ എത്തുമ്പോ തന്നെ ആ പഴമയുടെ മാറ്റങ്ങൾ കാണാൻ പറ്റും. ഇവിടുത്തെ ഓരോ കെട്ടിടത്തിനും ഒരു പ്രത്യേക ഭംഗിയുണ്ട്. തിരക്കുകളൊന്നുമില്ലാതെ കാമായൊരു വില്ലേജ്. പോണ വഴിയില് കിണറുകളും കൃഷിസ്ഥലങ്ങളും ഡോഗീസിനെയും ഒക്കെ കാണാൻ പറ്റും. ഇവിടുന്ന് ഇനി അങ്ങോട്ട് വലിയ ടണലാണ് കേട്ടോ. ഇതിന്റെ ഫോട്ടോ ഉണ്ട് കേട്ടോ. ഇവിടുന്ന് തിരിഞ്ഞ് ഞങ്ങൾ റിജൽ അൽമ ഹെറിറ്റേജ് വില്ലേജിലേക്ക് പ്രവേശിക്കാം കേട്ടോ. അബഹയിൽ നിന്ന് 50 കിലോമീറ്റർ അകലെയാണ് ഈ ഗ്രാമം ഉള്ളത് കേട്ടോ. യമനിൽ നിന്നും ലെവന്റിൽ നിന്നും വരുന്ന ആളുകളെ മക്ക മദീന വഴി ബന്ധിപ്പിക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഈ ഗ്രാമം. ലെവന്റിൽ സ്പെയിനിന്റെ ഒരു ഭാഗമാണ് കേട്ടോ. അങ്ങനെ ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ഇതൊരു വലിയ കച്ചവട കേന്ദ്രം കൂടിയായി. ഇവിടുത്തെ വീടുകളൊക്കെ കല്ലും മണ്ണും മരവും ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയത്. അങ്ങനത്തെ ഒരുപാട് ബഹുദീന കെട്ടിടങ്ങളുണ്ട് ഇവിടെ. ഈ കല്ലൊക്കെ അടുക്കി വെച്ച് ഉണ്ടാക്കിയത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കാം കേട്ടോ. ഇതാണ് അതിന്റെ എൻട്രൻസ്. ഇതൊരു ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലമാണ് കേട്ടോ. ഈ ബിൽഡിംഗ്സിനൊക്കെയുള്ളില് ഒരുപാട് ഷോപ്പുകളാണ്. ഇനി ഇതവിടെ അടുത്തുള്ള കോഫി ഷോപ്പാണ്. കാശ്മീരിയാണ് ഇത് നടത്തുന്നത്. ഒരുപാട് വെറൈറ്റി ടീ ഉണ്ട് കേട്ടോ അവിടെ. ഒരേ ഇലകൾ ഇട്ട് കണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഞങ്ങൾ 2 വെറൈറ്റി ടേസ്റ്റ് ചെയ്തു.
ഇത്. കുറച്ച് ഓഫ് റോഡ് പോയിട്ട് വേണം ട്ടോ അവിടെ എത്താന്. ഇവിടെ ഒരു വലിയ വിൻമില്ലൊക്കെ ഉണ്ട്. അകത്തേക്ക് കേറുമ്പോ ചെറിയൊരു ഫീ ഉണ്ട് ട്ടോ. ഇവിടെ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചത് കാണാൻ നല്ല രസമുണ്ട്. നല്ല കാലാവസ്ഥയാണെങ്കിൽ ഇപ്പൊ ആ കാണുന്ന മലകളൊക്കെ പച്ച വിരിച്ച് നിൽക്കുന്നത് കാണാം. അതൊന്നും ഇല്ലെങ്കിലും നല്ലൊരു ആംബിയൻസ് ആയിരുന്നു ട്ടോ ഇവിടെ. എവിടെ നോക്കിയാലും ഈ മലകളും ഭംഗിയുള്ള കാഴ്ചകളും മാത്രം. ഇതിന്റെ ഉള്ളിലൊക്കെ ഹണി ബീസ് ആണ്. ഇത് ഇവിടുത്തെ ടെർമിനൽ പ്രോജക്റ്റ് ആണ്. ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി കൂടിയാണ്. അപ്പൊ ഇനി അങ്ങോട്ടാണ് ട്ടോ പോണത്. ഇതൊരു പരമ്പരാഗത രീതിയിലുള്ള കോട്ടേജുകളാണ്. ഈ ബിൽഡിങ്ങിന്റെ ഏറ്റവും മുകളിലാണ് ഹണി കോട്ടേജ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഹണി ബീസിന്റെ ലൈഫ് സ്റ്റൈല് ഇവിടെ ചിത്രങ്ങളായി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ തേനുണ്ടാവുന്നതും അതിന്റെ പ്രോസസ്സും ഒക്കെ ഇവിടെ എഴുതി വെച്ചത് കാണാം. അപ്പൊ ഇതാണ് ഹണി കോട്ടേജ്. ഇതിന്റെ ഉള്ളില് ഓരോ സെഗ്മെന്റ് ആയി തിരിച്ചിരിക്കുന്നു കേട്ടോ. തേനെടുക്കുന്ന സാധനങ്ങളും അതിന് വേണ്ട ഡ്രസ്സുകളും വെറൈറ്റി ഓഫ് ഹണീസും കൂടാതെ കുറെ തേനീച്ചകളും അതൊക്കെ ആയിട്ട് ഇതിന്റെ ഉള്ളിലുള്ളത്. സിറ്റിംഗ് ഏരിയ കണ്ടോ? ഇവിടെ നിന്ന് കാണാൻ നമുക്ക് താഴെയുള്ള കാഴ്ചകളൊക്കെ കാണാം. ഇവിടുന്നുള്ളൊരു വ്യൂ അടിപൊളിയാണ്. ഒരുപാട് ടോയ്സും ഉണ്ട് ട്ടോ. നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ടോയ്സും ഹണിയൊക്കെ വാങ്ങാൻ പറ്റും. അങ്ങനെ ഇതിന്റെ ഉള്ളിലൊക്കെ കണ്ടു കഴിഞ്ഞ് ലാസ്റ്റ് സെഗ്മെന്റ് ആണ് ഹണി ടേസ്റ്റിംഗ്. ഒരുപാട് തരം ഫ്ലേവർഫുൾ ആയ ഹണീസ് ആണ് ട്ടോ ഇവിടെ ഉള്ളത്. ഓരോന്നിന്റെ ടേസ്റ്റ് എടുത്ത് എഴുതി വെച്ചിരിക്കണേ. ഫ്രൂട്ട്സിന്റെയും മെഡിസിൻസിന്റെയും ഹെർബ്സിന്റെയും ലീവ്സിന്റെയും ഒക്കെ ഫ്ലേവറിലാണ് ഓരോന്നും വരുന്നത്. ഏറ്റവും എക്സ്പെൻസ് ആയതിന് 500 റിയാലാണ് ട്ടോ വരുന്നത്. ഈ കാണുന്ന വൈറ്റാണത്. ഓരോന്നും ഓരോ കളറിലാണ്. ഒക്കെ ടേസ്റ്റ് നോക്കി അവസാനം ആകെ മസ്താവും ട്ടോ. ഇനി ഇതിന്റെ ഉള്ളിൽ കുറച്ച് കാഴ്ചകൾ കൂടി കാണാം.